ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസം ഹൽദിക്ക് ഇട്ട ഒരു ധാവണി സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പാവാട എങ്ങനെയായിട്ട് വരും, അതായത് ഒരു ഫിഷ് കട്ടൊക്കെ പോലെയുള്ള ഒരു പാവാടയാണ് കേട്ടോ. കൂടുതൽ വണ്ണുള്ളവർക്ക് കുറച്ചും കൂടി ബെറ്റർ അങ്ങനത്തെ ഒരു പാവാടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ധാവണീൻ്റെ ആ ഒരു ഷോൾ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതായത് ഈ ബാക്ക് ഭാഗത്ത് ആ ഒരു മൊനഭാഗം വരില്ലേ, അങ്ങനെ ഒരു ഇതിലാക്കി ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക, ചെറിയ ചെറിയ ഫ്ലീറ്റ് ആയിട്ട് എടുക്കുന്നു. ഈ ഒരു തുണി ആയതുകൊണ്ട് തന്നെ ഇതൊരു ഷിഫോൺ മോഡൽ തുണിയാണ്, പക്ഷേ നല്ല റേറ്റ് കുറഞ്ഞ ഒരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ അടിക്കാൻ കൊടുത്തപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ ചേച്ചി ലേസൊക്കെ വെച്ച് എനിക്ക് തന്നിട്ട് നല്ല ഭംഗിയാക്കിയിട്ട്, ഞാൻ വേറൊരു ഷാളാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ അടിക്കാൻ കൊടുത്തപ്പോൾ ചേച്ചി നല്ല ഭംഗിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉടുക്കാൻ തന്നെ നല്ല എളുപ്പമാണ്. നമുക്ക് നമ്മുടെ അപ്പോൾ നമുക്ക് ഉടുക്കാനായിട്ട് നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഇതിന് റേറ്റും കുറവാണ്. നമുക്ക് എനിക്ക് അന്നത്തെ ദിവസത്തെ മാത്രം ആയതുകൊണ്ട്, പിന്നെ ധാവണി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഷോൾ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഞാൻ ഇങ്ങനെ വെറുതെ ഫ്ലീറ്റ് എടുത്ത് കാണിക്കുന്നു എന്നുള്ളത്, ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിങ്ങനെ മടക്കി ഒതുക്കി ഇടുകയാണെങ്കിൽ തന്നെ നല്ല രസത്തിൽ ഫ്ലീറ്റ് കിടക്കും കേട്ടോ. ഞാനത് തേച്ചിട്ട് പോലും ഇല്ല, നിങ്ങൾക്ക് കണ്ടറിയാം. പക്ഷെ ഉടുത്ത് കഴിയുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വണ്ണുള്ളവർക്ക് ഇങ്ങനത്തെ മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ ഉടുക്കാനും പറ്റും കേട്ടോ. മറ്റേ കോട്ടൺ ഇതൊക്കെ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വണ്ണവും തോന്നിക്കും. അതുപോലെ തന്നെ നമുക്ക് മക്കളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉടുക്കാനും ഭയങ്കര പാടാണ്. അതാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തത് കേട്ടോ. എന്നിട്ട് ആ ഫ്ലീറ്റൊക്കെ എടുത്തിട്ട് ഞാനൊന്ന് സൂചി കുത്തുന്നുണ്ട്. എന്നിട്ട് ഫ്ലീറ്റ് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയാക്കി കുഞ്ഞു ഫ്ലീറ്റായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. എന്നിട്ട് ആ സൈഡിലൊന്ന് ആ ഫ്ലീറ്റൊക്കെ ഒന്ന് വെച്ചിട്ടൊന്ന് സൂചിയും കുത്തി വയ്ക്കും കേട്ടോ. ഞാൻ ഇത് എന്താ പറയുക, ട്രാപ്പിംഗ് വീഡിയോ ഒന്നും അല്ല, ഞാൻ എൻ്റെ ഇതിൽ കൊടുക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ വെറുതെ. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. വേറെ വീഡിയോ എടുക്കാനൊന്നും ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെയറും ഒന്ന് കെട്ടിയിട്ടുണ്ട്, ഒരു 4 മടച്ചിലൊക്കെ മടഞ്ഞ്, പിന്നെ കമ്മലും മാലയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ ഹെൽപ്ഫുള്ളാവാനൊന്നും വഴിയില്ല. അപ്പോൾ ഇതാണ് കമ്മലും മാലയും. പിന്നെ ഞാനൊരു 4 മടച്ചിൽ മടഞ്ഞിട്ട് ഞാനൊരു പൂവല്ല, ഒരു ഏതോ ഒരു വെള്ളപ്പൂവ് അതുപോലെ തുളസിയും കൂടി കെട്ടിയുണ്ടാക്കിയൊരു ഇതാണ് കേട്ടോ, ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് നൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി എന്താ പറയുക, ബാഡായിട്ട് കുറേ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കണേ. ഇതെൻ്റെ മോനാണ്, ഫോട്ടോ എടുക്കുമ്പോൾ വന്നിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. പറഞ്ഞ പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ടാറ്റാ.